എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത് മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് 1/2 കിലോ അളവ് വരുന്ന ഒരു കേക്കാണ്. നമ്മുടെ സോസ് പാനിലാണ് ഇത് ചെയ്യുന്നത്, കുക്കറിലൊന്നുമല്ല. എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. റെഡിയാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. 35 ഗ്രാം അല്ലെങ്കിൽ 1/3 കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചെടുക്കാം. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ എടുത്താൽ കേക്കിന് നല്ല കളർ ഉണ്ടാവും. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ താഴേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിലെ കട്ടകളെല്ലാം ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം അരിച്ചെടുക്കുക. ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്തിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ വേണമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിലേക്ക് 2 മുട്ടയാണ് ആവശ്യമുള്ളത്. മുട്ടയുടെ മഞ്ഞയും അതുപോലെ വൈറ്റും വേറെ ആക്കിയിട്ടൊന്ന് വെക്കുക. വെള്ള ഞാനിവിടെ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്താലും മതി, മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. നമ്മളൊരു സ്പൂണിലൊക്കെ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് വിട്ടു പോവാത്ത തരത്തിലൊന്ന് അടിച്ചെടുക്കുക. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് വാനില എസൻസ്, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 8 ടേബിൾ സ്പൂണാണ് 1/2 കപ്പ് പഞ്ചസാര ഉണ്ടാവുക. ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. കുറച്ച് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മഞ്ഞയുടെ മിക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. കുറച്ച് ടൈം എടുക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ നന്നായിട്ട് തന്നെ കിട്ടും വിസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്താലും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പഞ്ചസാര കൂടി ഈ മുട്ടയുടെ മിക്സിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് അളവിൽ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. വെജിറ്റബിൾ ഓയിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതുപോലെ പാം ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊരു സ്പൂണോ മറ്റോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മിക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 കിലോ അളവല്ലേ, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ബാറ്റർ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തത്. പഞ്ചസാര ബീറ്റ് ചെയ്യുമ്പോൾ മാത്രം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കിട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നല്ലോണം മിക്സാക്കി എല്ലായിടത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് റെഡിയാക്കുന്നത് ഇതുപോലൊരു സോസ് പാനിലാണ്. ഇതിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ സോസ് പാനാണ്. അപ്പോൾ ഈ ഒരു സോസ് പാനിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ സൈഡ് ഭാഗങ്ങളിലും ഒക്കെ നല്ലോണം ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ ഒന്നും വെക്കേണ്ട, ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിലുള്ള ആ ഒരു എയർ ബബിൾസ് എല്ലാം നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കേക്ക് റെഡിയാക്കുന്ന സമയത്ത് അടിയിലൊരു കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക.
ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 30-35 മിനിറ്റാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കേക്കിലേക്കുള്ള ക്രീം എടുക്കുന്നുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഷുഗർ കൂടിയുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലാണ് നമുക്ക് ഐസിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരുപാട് പൊന്തി വന്നിട്ടില്ല, അതുപോലെ കുഴിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. ഒരു സ്ക്യൂവർ യൂസ് ചെയ്ത് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനാണ്. അപ്പോൾ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആണ്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ എടുത്താൽ നമ്മൾ എടുക്കാൻ നേരം ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് സൈഡ്സ് എല്ലാം ഒന്ന് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, പൊട്ടിയൊന്നും പോവാതെ എടുക്കുക. ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുന്ന സമയത്ത് കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് കിട്ടും. അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം 3 ഭാഗങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരു കത്തി യൂസ് ചെയ്തിട്ട് സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് പൊതുവേ ഒരുപാട് തിക്നെസ്സിൽ കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, വളരെ ചെറിയ കേക്ക് ആയതുകൊണ്ട് സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഐസിങ് ചെയ്യാൻ വേണ്ടി റോളിംഗ് ടേബിൾ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഒരു പാത്രം അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മുടെ ചപ്പാത്തി പലക വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ പാത്രം വെക്കുന്ന സമയത്ത് അതുമായിട്ടൊന്ന് മാച്ച് ചെയ്യണ പാത്രം വെച്ചേച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കേക്കിന് വെച്ചിട്ടുള്ള ബോർഡ് വെച്ച് കൊടുത്തിട്ട് നമുക്കങ്ങ് കറക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ തന്നെയുള്ള ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഞാൻ കുറച്ച് ക്രീം റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് വെക്കുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നത് കേക്ക് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ, അതായത് ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കമിഴ്ത്തി വെക്കുക. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് എത്തിച്ചു കൊടുക്കുക. ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതാണ്. ഒന്ന് ആറിയതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒഴിക്കുക, എന്നാൽ മാത്രമാണ് കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു ലെയർ നമ്മുടെ സോസ് പാനിൻ്റെ അടിവശമായിരിക്കും കേട്ടോ. അപ്പോൾ അതാവുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് എത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലായിട്ട് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ക്രീം യൂസ് ചെയ്തിട്ട് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിന് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അതേ ഒരു പോലെയുള്ള ഒരു ഡെക്കറേഷൻ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ സൈഡ് ഭാഗങ്ങളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്നും ഒഴിക്കുന്നില്ല, അതുപോലെ ചോക്ലേറ്റ്സും സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഹെർഷീസിൻ്റെ നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സിറപ്പ് ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി ഗനാഷ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊക്കെ നമുക്കപ്പോൾ ലാഭിക്കാം. ഇനി ഐസിങ് ചെയ്യുന്ന സമയത്തും വളരെ കെയർഫുള്ളായിട്ട് ഒരുപാട് സമയമെടുത്ത് തന്നെ ചെയ്തെടുക്കുക. വീട്ടിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർ ചെയ്യുമ്പോൾ ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു ലെവലറോ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതുപോലെ ചെയ്യുമ്പോൾ. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലും ഓരോ ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി നമ്മൾ ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലുള്ള ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അടിഭാഗത്തേക്കൊക്കെ വരുമെങ്കിലും കാണാനൊക്കെ നല്ലൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഉരുക്കി നമ്മൾ ഗനാഷ് ഉണ്ടാക്കുന്ന ആ ഒരു സമയമൊക്കെ ലാഭിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നല്ല ടേസ്റ്റിലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓവനും കുക്കറും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 1/2 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.